പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതലയേറ്റു. കോൺഗ്രസ് പറഞ്ഞ പോലെ 5 വാഗ്ദാനങ്ങളിൽ 2 നടപ്പിലാക്കി. അതിൽ ഒന്നാണ് കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കേൾക്കുമ്പോൾ വളരെ നല്ലൊരു പദ്ധതിയായിട്ട് തോന്നും അല്ലേ? സ്ത്രീകൾക്ക് സഹായം ലഭിക്കുന്നു, യാത്രാച്ചെലവ് കുറയ്ക്കുന്നു, ജോലിക്കും പഠനത്തിനും പോകുന്നവർക്ക് എളുപ്പമായി. അതിലൊരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന കെ.എസ്.ആർ.ടി.സി ഇത് താങ്ങുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം കെ.എസ്.ആർ.ടി.സി ഇപ്പോൾ തന്നെ ഏകദേശം 17,000 കോടി കടത്തിലാണ്. ദിവസവും ശരാശരി വരുമാനം ഏകദേശം 8 കോടി മാത്രമാണ്. അതിൽ സ്ത്രീകൾ യാത്രക്കാരിൽ നിന്ന് മാത്രമായി ഏകദേശം 3 കോടി അധികം വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ആ വരുമാനം മൊത്തം സീറോ ആയാലോ? മാസം ഏകദേശം 96 കോടി രൂപയുടെ നഷ്ടം. വർഷം 1000 മുതൽ 2500 കോടി വരെ സർക്കാരിന് ബാധ്യതയാകും. ഈ ഫ്രീ പദ്ധതി ശരിക്കും ഫ്രീ അല്ല. അവസാനം ഇതെല്ലാം കൊടുക്കേണ്ടത് നമ്മൾ ടാക്സ് പേയേഴ്സ് തന്നെയാണ്. കേരളം ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ആയിരക്കണക്കിന് കോടിയാണ്. പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവാണെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരുടെ നേതാവ് തന്നെയാണ്. അതിനിടയിൽ ഇത്രയും വലിയ സബ്സിഡി കേരളം ഇനിയും താങ്ങുമോ? മറ്റൊരു കാര്യം, ഇത് സ്ത്രീകൾക്ക് മാത്രം നൽകുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന പുരുഷന്മാരെവിടെ? ദിവസവേതന തൊഴിലാളികൾക്കൊന്നുമില്ല. ചെറിയ ശമ്പളത്തിൽ ജീവിക്കുന്ന സാധാരണ പുരുഷന്മാർക്കും ഒന്നുമില്ല. അതെന്താ, ഇവരൊക്കെ തവിട് കൊടുത്ത് മേടിച്ചതാണോ? വെറും ജെൻഡർ മാത്രം നോക്കാതെ ഇൻകം അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ നോക്കി ഈ ഒരു സഹായം നൽകുകയാണെങ്കിൽ കുറച്ചും കൂടെ ന്യായം നമുക്ക് പറയാം. കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി. അവിടങ്ങളിൽ സ്ത്രീ യാത്രക്കാർ വർദ്ധിച്ചു, തൊഴിലവസരങ്ങൾ കൂടിയവർക്ക്. പല സ്ത്രീകൾക്കും മാസം 1000 മുതൽ 1500 രൂപ വരെ ലാഭിക്കാൻ പറ്റി. പക്ഷേ ഒരു വലിയ പക്ഷയുണ്ട്. ബസ്സുകളിൽ ഓവർ ക്രൗഡഡ് ആയി. സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ആയിരക്കണക്കിന് കോടി ബാധ്യതയായി. റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കാൻ പോലും വൈകി തുടങ്ങി. സ്വകാര്യ ബസ്സുകളെല്ലാം നഷ്ടത്തിലായി. ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്ന സാഹചര്യവും. കേരളത്തിലെ 70% യാത്രക്കാരും പോകുന്നത് സ്വകാര്യ ബസ്സുകളിലാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ റോഡുകൾ ഭരിക്കുന്നത് സ്വകാര്യ ബസ്സുകൾ തന്നെയാണ്. അപ്പോൾ അവർ വലിയൊരു നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയും ആ മുതലാളിമാരും ആ തൊഴിലാളികളും അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അവർക്കെതിരെ പല പരാതികളുമുണ്ട്. ഈ മത്സരയോട്ടം, ജീവനക്കാരുടെ പെരുമാറ്റം, യാത്രക്കാരോടുള്ള മോശം സമീപനം, ഇതൊക്കെ നമ്മളും പേഴ്സണലി അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇതൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും വലിയൊരു വിഭാഗം ആളുകളും സ്വകാര്യ ബസ്സുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ മുഴുവൻ ഫ്രീ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ പോയി തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഈ സ്വകാര്യ മേഖല വലിയ തിരിച്ചടികൾ നേരിടും. നഷ്ടം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ സർവീസുകൾ നിർത്തും, തൊഴിലാളികളുടെ ജോലി പോകും. ഇതെല്ലാം സാധാരണക്കാരെ തന്നെ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ ബ്ലാങ്കറ്റ് ഫ്രീ ആയിട്ട്, അതും ജെൻഡർ മാത്രം നോക്കിക്കൊണ്ട് ഫ്രീ യാത്ര അനുവദിക്കുന്നതിന് പകരം അത് അർഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. എന്നാലേ അത് ഫെയർ ആൻഡ് പ്രാക്ടിക്കൽ ആകുള്ളൂ. സ്ത്രീ ശാക്തീകരണമൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനായി കെ.എസ്.ആർ.ടി.സിയെ കൂടുതൽ കടത്തിലാക്കുകയും അവസാനം സാധാരണക്കാരൻ്റെ ടാക്സ് തന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് ചെയ്യുന്ന പരിപാടി നിർത്തുന്നതല്ലേ നല്ലത്?